നമസ്കാരം. കരൂർ ദുരന്തത്തിന് പിന്നാലെ TVK സ്ഥാപക നേതാവും നടനുമായ വിജയ് കടുത്ത മാനസിക സംഘർഷത്തിലെന്ന വിവരം. വിജയ് അസുഖബാധിതനാണെന്നും രോഗമുടൻ ഭേദമാകട്ടെയെന്നും BJP നേതാവ് അമർ പ്രസാദ് ആശംസിച്ചു. ആരോഗ്യം സൂക്ഷിക്കണമെന്നും അമർ പ്രസാദ് ഉപദേശിക്കുന്നു. പണയൂരിലെ വീട്ടിലായിരുന്ന വിജയ് രാവിലെ പട്ടണംപക്കത്തെ വീട്ടിലേക്ക് മാറി. TVKയുടെ രണ്ടാമത്തെ ഓഫീസ് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം കരൂരിലെ ദുരന്തഭൂമി സന്ദർശിക്കാൻ അനുമതി തേടി വിജയ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സന്ദർശനത്തിന് പോലീസും ജില്ലാ ഭരണകൂടവും തടസ്സം നിൽക്കരുതെന്നാവശ്യപ്പെട്ട് TVK ജനറൽ സെക്രട്ടറി ആദവ് അർജുന മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. കരൂർ ദുരന്തത്തിന് കാരണം DMK പോലീസ് ഗുണ്ടാ കൂട്ടുകെട്ടെന്നും DMK MLA സെന്തിൽ ബാലാജിയാണ് ആസൂത്രകനെന്നും സത്യവാങ്മൂലത്തിൽ ആരോപിക്കുന്നു. വിജയ് നയിച്ച റാലിക്കിടെ 41 പേർ മരിച്ച കരൂർ സന്ദർശിക്കാൻ NDA സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. സന്ദർശനത്തിനായി 8 അംഗ സംഘത്തെയാണ് BJP അധ്യക്ഷൻ JP നദ്ദ നിയോഗിച്ചത്. നടിയും MPയുമായ ഹേമ മാലിനിയാകും സംഘത്തിന് നേതൃത്വം നൽകുക. അതിനിടെ കേന്ദ്രമന്ത്രിമാരായ നിർമ്മല സീതാരാമനും L മുരുകനും ആൾക്കൂട്ട ദുരന്തമുണ്ടായ കരൂരിലെത്തി പരിക്കേറ്റവരെ സന്ദർശിച്ചു. 11:30 കരൂരിലെത്തിയ ഇരുവരും ആദ്യം ദുരന്തമുണ്ടായ വേലുചാമിപുരം സന്ദർശിച്ചു. പിന്നീട് പരിക്കുപറ്റിയവർ ചികിത്സയിൽ കഴിയുന്ന മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി വിവരങ്ങൾ തിരക്കി. ചികിത്സയിലുള്ളവരെ സന്ദർശിച്ചു. എന്നാൽ ഇരുവരും മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല. രാഹുൽ ഗാന്ധി വിജയിയെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ തേടിയിരുന്നു. TVK റാലിയിൽ ആളുകൾ മരിക്കാനിടയായ സംഭവത്തിൽ അനുശോചനം അറിയിച്ചെന്നും ഫോൺ വിളിക്ക് രാഷ്ട്രീയ ലക്ഷ്യം ഇല്ലെന്നുമാണ് കോൺഗ്രസിന്റെ വിശദീകരണം. TVK അധ്യക്ഷൻ വിജയുടെ കരൂർ റാലിയിൽ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 41 നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന സുഗുണ എന്ന 65 വയസ്സുകാരിയാണ് ഇന്ന് രാവിലെ മരിച്ചത്. ഇതോടെ ദുരന്തത്തിൽ മരിച്ച സ്ത്രീകളുടെ എണ്ണം മാത്രം 18 ദുരന്തത്തിൽ പോലീസിന്റെയും സംഘാടകരുടെയും വീഴ്ചകൾ അക്കമിട്ടാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. കേസിൽ അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറി DGP ഉത്തരവിറക്കി. ADSP പ്രേമാനന്ദനാണ് അന്വേഷണ ചുമതല. കരൂർ ദുരന്തത്തിൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ FIRൽ വിജയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. വിജയ് മനഃപൂർവ്വം റാലിക്ക് എത്താൻ 4 മണിക്കൂർ വൈകിയെന്നതാണ് FIRലുള്ളത്. സുരക്ഷാ മുന്നറിയിപ്പുകളെല്ലാം വിജയും കൂട്ടരും കാറ്റിൽ പറത്തിയ കാര്യമാണ് FIRൽ ചൂണ്ടിക്കാട്ടുന്നത്. നിശ്ചിത സമയപരിധി അടക്കം നിശ്ചയിച്ചാണ് പാർട്ടി പരിപാടിക്ക് അനുമതി നൽകിയിരുന്നത്. എന്നാൽ കരൂരിലേക്കുള്ള വരവ് വിജയ് മനഃപൂർവ്വം 4 മണിക്കൂറോളം വൈകിപ്പിച്ചു. അനുവാദമില്ലാതെ റോഡ് ഷോ നടത്തിയെന്നും FIRൽ പറയുന്നു. ദുരന്തമുണ്ടായി 11 പേരുടെ മരണം സ്ഥിരീകരിച്ച ശേഷം രാത്രി 9 മണിയോടെ രജിസ്റ്റർ ചെയ്ത FIRലാണ് വിജയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുള്ളത്. സ്വന്തം പാർട്ടിയുടെ ശക്തി പ്രകടനമാണ് വിജയ് കരൂരിൽ ലക്ഷ്യമിട്ടത്. ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്നതിനും കൂടുതൽ ആളെ എത്തിക്കുന്നതിനും വേണ്ടി വൈകുകയും റോഡ് ഷോ നടത്തുകയും ചെയ്തു. പലയിടത്തും വിജയ് റോഡിൽ ഇറങ്ങി സ്വീകരണം ഏറ്റുവാങ്ങിയാണ് സ്ഥലത്തെത്തിയത്. ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് തമിഴക വെട്രിക്കഴകം സംസ്ഥാന ഭാരവാഹികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ അത് പാലിക്കാൻ കൂട്ടാക്കിയില്ലെന്നും FIRൽ ചൂണ്ടിക്കാട്ടുന്നു. ആൾക്കൂട്ടം വളരെ മണിക്കൂറുകളായി കാത്തിരുന്നു. ഇനിയും അനിയന്ത്രിതമായി ആളുകൾ എത്തിച്ചേരുന്ന സ്ഥിതിയാണ്. അതിനാൽ പരിപാടി ഇനിയും വൈകരുതെന്ന് നിർദ്ദേശിച്ചിരുന്നു. അനുമതിയില്ലാതെ വിജയ് റോഡിൽ ഇറങ്ങുന്നത് പ്രശ്നമാകുമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ ഈ അറിയിപ്പുകളെല്ലാം അവഗണിച്ചതാണ് ഇത്രയേറെ മരണത്തിന് കാരണമായതെന്നും FIRൽ പറയുന്നു. എന്നാൽ കേസിൽ വിജയിയെ പ്രതിയാക്കിയിട്ടില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് രാഷ്ട്രീയമായി തിരിച്ചടി ഏൽക്കുമെന്നാണ് MK സ്റ്റാലിൻ്റെ കണക്കുകൂട്ടൽ. തിടുക്കപ്പെട്ട വിജയിയെ പ്രതി ചേർക്കുന്നത് രാഷ്ട്രീയമായി തിരിച്ചടി അയക്കുമെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് MK സ്റ്റാലിൻ സർക്കാരുള്ളത്. അതേസമയം ദുരന്തത്തിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെന്നും സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് TVK മദ്രാസ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്.